ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മുട്ട ബിരിയാണീൻ്റെ വീഡിയോ ആണ്. ഒരു അരമണിക്കൂർ കൊണ്ടുള്ള നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി റെഡിയാക്കാൻ പറ്റും. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കിലോ അരി ഒരു പാട്ടയിൽ അളന്നെടുക്കുന്നുണ്ട്. ആ അരി മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് കുക്കറിലാണ് ഞാൻ ചോറ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് കുക്കർ ചൂടായതിനു ശേഷം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഗ്രാമ്പ്, പട്ട, ഏലക്ക അങ്ങനത്തെ മസാലയെല്ലാം ഉണ്ടല്ലോ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടായിട്ട് ഒരു അരമുറി സവാളയും കൂടെ മുറിച്ചിട്ട് കൊടുത്ത് അതൊന്ന് വാടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തീ കൂട്ടിയിട്ട് സവാള പെട്ടെന്ന് കഴിഞ്ഞാൽ ചോറിൻ്റെ രുചി വേറെ മാറ്റത്തിലാവും. അങ്ങനെ പിന്നെ ഉള്ളി വാടിയതിന് ശേഷം അതിലേക്ക് ഇയാളെന്ന് വെച്ചാൽ പാട്ടയിൽ 2 പാട്ടക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടായിട്ട് ഒരു അരമുറി ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടായിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വേണം. പിന്നെ ഞാൻ അരി നേരത്തെ കഴുകിയിട്ട് ഊറ്റി വെച്ചിട്ടുണ്ടായിന്. ആ ഊറ്റി വെച്ച അരിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടായിട്ട് പിന്നെ 1 ടേബിൾ സ്പൂണോളം പിന്നെ നെയ്യും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇത് മറ്റേ മല്ലിയിലയും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചോറിലേക്ക് ഇട്ട് കൊടുത്തിട്ടായിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കിയിട്ടായിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കുക. എന്നിട്ടൊരു 2 വിസിൽ കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കുക. വിസിൽ പോയി ആവിയും കൂടെ പോയിട്ടേ തുറക്കാവൂ. എന്നിട്ട് തുറന്നു നോക്കുമ്പോൾ നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമുക്ക് ബിരിയാണിക്ക് മസാല വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 തക്കാളി, 4 ഉള്ളി, 1 കഷ്ണം ഇഞ്ചി, 5-6 പച്ചമുളക്, ഒരു ചെറിയൊരു കുടം വെളുത്തുള്ളി ഇതെല്ലാം എടുത്തിട്ട് നമുക്ക് ഈ ഉള്ളിനെ ചട്ടി വെച്ചതിന് ശേഷം എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ 3 ഉള്ളി മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക. ഉള്ളി നല്ലോണം വാടണം, എന്നാലേ ഏത് ബിരിയാണിക്ക് രുചി ഉണ്ടാവും. ഉള്ളി വാടാതെ നിൽക്കുമ്പോൾ ബിരിയാണിൻ്റെ രുചി മാറിപ്പോന്ന്. അങ്ങനെ ഞാനിതാ പിന്നെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ പേസ്റ്റ് ആക്കാണ്ട് ചതച്ചാണ് എടുത്തത്. ആ ചതച്ചതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതും കൂടെ ഒന്ന് നല്ലോണം പച്ചമണം മാറുന്നതിൽ നല്ലോണം വാട്ടിയെടുക്കുക. വാട്ടിയെടുത്തതിന് ശേഷം ഈ 4 തക്കാളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. മറ്റേ നമ്മൾ ചിക്കൻ ബിരിയാണിയിൽ ഉണ്ടാക്കുമ്പോൾ മസാലയിൽ തൈര് ഇട്ട് കൊടുക്കലുണ്ട്. ഈ മസാലയ്ക്ക് ഞാൻ തൈര് ഇട്ട് കൊടുക്കലില്ല. തൈര് ഇട്ട് കൊടുക്കാതെ ഉണ്ടാക്കുന്നത് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയോണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് ബിരിയാണി മസാല റെഡിയായി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ചോറും കൂടെ തട്ടിക്കൊടുക്കുക. എന്നിട്ട് ഞാൻ മുട്ട പൂങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്. അതിന് മസാല എല്ലാം ഇട്ടിട്ടുണ്ടായിട്ട് ചോറ് ഇട്ട് കൊടുത്ത് ചോറ് ഇളക്കിയതിന് ശേഷമാണ് അതിൻ്റെ മുകളിലേക്ക് ആ മുട്ട ഇട്ട് കൊടുത്ത്. നിങ്ങൾക്ക് മസാല എല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. അപ്പോൾ ഇവിടെ ചെറിയ പിള്ളേരുണ്ടാകുമ്പോൾ എന്താക്കുന്ന ഈ മുട്ട കായിട്ടെല്ലാം തിന്നുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. നമ്മൾ ബിരിയാണി നല്ല രുചിയാണ്, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഞാൻ ഇതിൽ മഞ്ഞപ്പൊടിയോ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനത്തെ ഒരു സാധനം ഇട്ട് കൊടുത്തിട്ടാണ്. പൊടി ഐറ്റംസ് ഒന്നും ഇടാത്ത ഇതാണ്. അപ്പോൾ ഇത് നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ബിരിയാണിയാണ്. ബിരിയാണി ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കി നോക്ക്. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.